നമസ്തേ, ദ വിൽ ഓഫ് ഫോർച്യൂൺ 7 ടാറോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നത്തെയും പോലെ തന്നെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക. 3 ടൈംസ് അവരുടെ നെയിം പറയുക. ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു. കുറേ ദിവസമായി കണ്ടിട്ട്, കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. സോ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു? ഫസ്റ്റ് ഞാൻ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ പറയാം. നെക്സ്റ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ്. നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിംഗ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും കേട്ടോ. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ്? Hermit, Page of Cups, Knight of Cups, 7 of Swords and the Empress. Page of Swords, 8 of Wands, 6 of Wands, Page of Wands. Okay. Bottom of the deck, 3 of Pentacles. See, ഞാനിവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. എനർജീസ് ഞാനിവിടെ ചെക്ക് ചെയ്തു. ഇവിടെ നമുക്ക് സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജെമിനി, ലിബ്ര, അക്വേരിയസ് എനർജീസ് ആണ്. എയർ സൈൻ ആക്റ്റീവ് ആണ്. ദെൻ ഇവിടെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, വാട്ടർ സൈൻ ആക്റ്റീവ് ആണ്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ലിറ്റിൽ ബിറ്റ് ജെമിനി, ലിബ്ര, അക്വേരിയസ് അല്ലാതെ നെക്സ്റ്റ് കുറച്ച് പ്രസൻ്റ് ആയിട്ടുള്ളത് ഫയർ സൈൻ ആണ്. ഓക്കെ, സൗര എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. എഗെയിൻ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൺ ഡസൻ മാറ്റർ, മേ ബി ഇറ്റ്സ് എ മെയിൽ ഓർ ഫീമെയിൽ, ആരാണെങ്കിലും കുഴപ്പമില്ല. ജനറലൈസ് റീഡിങ്സ് ആണ്. നിങ്ങൾക്ക് ഓൾറെഡി ഇതറിയാമല്ലോ. ബിക്കോസ് എല്ലാവരും അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം നിങ്ങൾ മെയിൽസ് എന്ത് ചെയ്യും, അല്ല ഫീമെയിൽസ് എന്ത് ചെയ്യും എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഇത് ജനറൽ റീഡിങ്സ് ആണ്. എനിക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഇടയ്ക്ക് കമൻസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. റീസെൻ്റ് എപ്പോഴും ഇത് വരാറുണ്ട്. അപ്പോൾ മറുപടി തന്നേക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ ഒരു എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ സെൽഫ് ലവ് ചെയ്യുകയാണ് നല്ല രീതിക്ക്. ഓക്കെ, സെൽഫ് ലവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തി ഇങ്ങനെ വന്നും പോയി നിൽക്കുന്ന ഒരു എനർജിയാണ്. ലൈക്ക് ഇടയ്ക്ക് ഈ ഒരു വ്യക്തിക്ക് ഒറ്റയടിക്ക് ഒന്നും ലൈക്ക് എന്താ കാര്യം ഏതാ കാര്യമെന്ന് പോലും അറിയാതെ ആൾക്ക് ഓടുന്നൊരു പരിപാടിയുണ്ട്. സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കുകയില്ല. അല്ലെങ്കിൽ ഇവരുടെ തന്നെ ഫീലിങ്സിൽ നിന്നും ഇമോഷൻസിൽ നിന്നും ഒളിച്ചോടുന്ന ടൈപ്പ് ഒരു ക്യാരക്ടറുമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. അവിടെ ഈ ഒരു വ്യക്തിക്ക് എപ്പോഴും ഇവരുടെ ലോജിക് സൈഡ് മാത്രം കേട്ടെടുത്തൊരു അതൊരു ശീലമായിട്ട് മാറി. അതുകൊണ്ട് തന്നെ അവരുടെ ഇമോഷണൽ സൈഡിനെയോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്താ പറയുക അങ്ങനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് അറിയുന്നുണ്ടാവില്ല. അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളിവിടെ ഡീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇമോഷണൽ സൈഡിനെ ധൈര്യത്തോടു കൂടി, ആ ഒരു ഫെമിനൻ സൈഡിനെ ഇവർക്ക് ധൈര്യത്തോടു കൂടി നേരിടാനായിട്ടുള്ള ഒരു സ്ട്രെങ്ത്, ഇന്നർ സ്ട്രെങ്ത് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവില്ല. ആ ഒരു എനർജീസാണ് എനിക്ക് ഈ ഒരു വ്യക്തിയിൽ ഫീൽ ചെയ്യുന്നുള്ളത്. എഗെയിൻ ഇതാണ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനായിട്ട് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. മേ ബി നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ കാണുന്നുള്ളത് ഈ ഒരു റീഡിങ്ങിൽ. ഓക്കെ, സോ അത്രയും കാര്യം. എഗെയിൻ നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ടൈമിൽ ആൾ ചിന്തിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്കിപ്പോൾ ഒരു വ്യക്തിയെ വേണ്ട, അവരുടെ ആവശ്യമില്ല, നിങ്ങളല്ലാതെ തന്നെ
സെൽഫ് ലോ ഒക്കെ ചെയ്ത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യത്തിലൊക്കെ ഫോക്കസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്നാണ് ഈ ഒരു വ്യക്തി ഇവിടെ ചിന്തിക്കുന്നുള്ളത്. ലൈക്ക് നിങ്ങളുടെ ഒരു എനർജീസ് നിങ്ങൾ ഭയങ്കരമായിട്ടൊരു അൺകണ്ടീഷണൽ ലവ് എന്നുള്ളൊരു എനർജിയിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. ലൈക്ക് ദിസ് എംപ്രസിന് വേറൊരാളുടെ ആവശ്യമില്ല. എംപ്രസ് ഇറ്റ് സെൽഫ് ഹാപ്പിയാണ്. വളരെയധികം എംപ്രസിൻ്റെ അടുത്ത് എല്ലാം ഉണ്ട്. എംപ്രസ് ഒരിക്കലും ഒരാളുടെ അടുത്തേക്ക് അങ്ങോട്ടേക്ക് പോവില്ല. എംപ്രസ് ഇങ്ങോട്ടാണ് ആളുകളെ അട്രാക്ട് ചെയ്യുന്നത്. എംപ്രസ് ഇങ്ങോട്ടാണ് കാര്യങ്ങളെ അട്രാക്ട് ചെയ്തെടുക്കുന്നത്. സോ അത്രയും പവേഴ്സ്, അത്രയും ഫെമിനിൻ എനർജീസ് ഈ ഒരു വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരിപ്പം ചേസ് ചെയ്യാനായിട്ടൊന്നും നിങ്ങളിപ്പം ചേസ് ചെയ്യാനായിട്ടൊന്നും അങ്ങോട്ട് ചെല്ലുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതും ഇവൾക്കിപ്പോൾ അല്ലെങ്കിൽ ഇവനിപ്പോൾ എന്നെ വേണ്ട, എൻ്റെ ആവശ്യമില്ല, അവരിപ്പം അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയും ചെറിയ രീതിക്കൊന്നും ഭയക്കുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ പണ്ടത്തെ നിങ്ങളല്ല ഇപ്പോഴത്തെ നിങ്ങൾ. അതുകൊണ്ട് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വയർ നിറച്ച് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു ഫിയർ നല്ല രീതിക്ക് ഒരു വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഒരു പേജ് ഓഫ് വാൺസിൻ്റെ എനർജിയിൽ നിൽക്കുകയാണ്. കണ്ടില്ലേ? ഈ ഒരു എനർജിയിൽ ഒരു ഫിയറാണ്. കോണ്ടാക്ട് ചെയ്യാനായിട്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു ഫിയറാണ്. ആ ഒരു ഫിയറിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നത്. നല്ല രീതിക്ക് ആഗ്രഹമുണ്ട്. ലൈക്ക് ഇവർ ചിന്തിക്കുന്നത് ജസ്റ്റ് അറിയാതെ കോള് വന്നതാണെന്നുള്ള രീതിക്കെങ്കിലും ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ലൈക്ക് അറിയാതെ കോള് വന്നതാണ്, അല്ലെങ്കിൽ റോങ് നമ്പർ എന്നുള്ള രീതിക്കൊക്കെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ്. കുറച്ച് പേർക്കൊക്കെ അങ്ങനെയൊക്കെ കോള് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അയ്യോ ഞാൻ അറിയാതെ വിളിച്ചതാണ് എന്നുള്ള രീതിക്ക് പ്ലാനൊക്കെ ചെയ്ത് ഈ ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ലൈക്ക് നിങ്ങളുടെ ഈ ഒരു ടൈമിലുള്ള നിങ്ങളുടെ റിയാക്ഷൻ എന്താണ്, നിങ്ങൾ കളിപ്പ് മോഡിലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി പ്ലാനിങ്ങിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസസ് എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ റീസെൻ്റായിട്ട് നേരത്തെ നിങ്ങളുടെ സ്റ്റോറീസ് ഒന്നും കാണുന്നുണ്ടാവില്ല. ഈ ഒരു ടൈമിൽ ആൾ സ്റ്റോറീസൊക്കെ കാണുന്നുണ്ടാവും. ഇടുന്ന സ്റ്റോറീസ് അന്നേരം കാണുന്നുണ്ടാവാം. പോസ്റ്റ്സ് ലൈക്ക് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അങ്ങനെ സോഷ്യൽ മീഡിയയിൽ റെസ്പോണ്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പം നേരത്തെ കഴിഞ്ഞ് കൂടുതൽ ചേഞ്ചസ് ഈ ഒരു വ്യക്തിയിൽ വന്നിട്ട് ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവാം. ആ ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേജ് ഓഫ് കപ്സിൻ്റെ എനർജീസാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവർക്ക് നിങ്ങളുമായിട്ട് സെക്ഷലി കൂടുതലായിട്ടും കണക്റ്റ് ആവണം എന്ന് ആഗ്രഹമുണ്ട്. ഇനി തിരിച്ചു വരുന്ന ടൈമിൽ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം അവതരിപ്പിക്കണം എന്നാണ് ഈ ഒരു വ്യക്തി ഇവിടെ ചിന്തിക്കുന്നത്. ലൈക്ക് ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് ലെവലിലാണോ ആ ഒരു ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാഷ്വൽ നോർമൽ ആയിട്ടുള്ളൊരു കണക്ഷനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്ന ടൈമിൽ ഇവർ ജസ്റ്റ് ഒരു റൊമാൻറ്റിക് ഫേസിലേക്ക് ഈ ഒരു കണക്ഷനെ കൊണ്ടുപോകണം എന്നാണ് ഈ ഒരു ടൈമിൽ ഇവിടെ ചിന്തിക്കുന്നത്. ലൈക്ക് ഒന്ന് റൊമാൻസ് അല്ലെങ്കിൽ ആ ഒരു റൊമാൻറ്റിക് ലെവലിലേക്ക് ഈ ഒരു റിലേഷനെ കൊണ്ടുപോകണം. നിങ്ങളുമായിട്ട് ഇൻറ്റിമേറ്റ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഫിസിക്കൽ ഇൻറ്റിമസിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പേജ് ഓഫ് കപ്സ് ഒക്കെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. മേ ബി നിങ്ങളെ കഴിഞ്ഞും യങ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ യങ് ആയിരിക്കാം ആ ഒരു വ്യക്തിയെ കഴിഞ്ഞും. ഓക്കെ, രണ്ടിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ അവർ ഈ ഒരു കണക്ഷനെ ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. അതിപ്പോൾ ഒരു ഇമോഷണൽ ലെവലാവാം, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ലെവലാവാം, വോട്ട് എവർ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ നെക്സ്റ്റ് ഫേസ് അതിലേക്ക് ഈ റിലേഷനെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതിലൊരു ഗ്രോത്ത് വേണം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുകയാണ്. മേ ബി നിങ്ങളുടെ ഇടയിൽ ഇതിനു മുമ്പ് ഒരു ഇൻറ്റിമസി ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇൻറ്റിമസി ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതെനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഇവിടെ മൈൻഡിലതുണ്ട്. അപ്പോൾ ഫോർ സം ഓഫ് യു ഇവരിങ്ങനെ അങ്ങനെയുള്ള തോട്ട്സുകളാണ്, ഡിസയറാണ് ആ ഒരു വ്യക്തിയുടെ. ഓക്കെ, ആ ഒരു ഡിസയറിൽ ഈ ഒരു വ്യക്തി നിൽക്കുമ്പോൾ പോലും ആക്ഷൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ ആൾ ഹെർമിറ്റാണ്. എന്ത് ചെയ്യും, ഏത് ചെയ്യും, എന്താ ഇപ്പോൾ ചെയ്യേണ്ടത് എന്നുള്ള അറിയത്തില്ലാത്തൊരു സിറ്റുവേഷനിൽ ആളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. മേ ബി ഈ ഒരു വ്യക്തി നിങ്ങൾ അയക്കുന്ന മെസ്സേജസിനൊന്നും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ല. മൈൻഡിൽ ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട്, പക്ഷെ ഇവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ല പ്രോപ്പറായിട്ടുള്ള വേയിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷനായി. നിങ്ങൾക്ക് ഉള്ളൊരു തോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിനെ സ്നേഹിക്കുന്നില്ല, ഇവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ല. സോ ഇതിൽ നിന്നിട്ട് കാര്യമില്ല. എങ്ങനെയുള്ളൊരു തോട്ട്സിലേക്ക് നിങ്ങളും വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 4 months മുകളിലായിട്ട് നിങ്ങളും ഒരു വ്യക്തിയും തമ്മിൽ കോൺടാക്റ്റ് ഇല്ലായിരിക്കാം. ഇവരിങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിക്ക് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ലൈക്ക് നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു വ്യക്തിയിൽ എപ്പോഴും ഒരു മസ്കുലിൻ എനർജി ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. ലൈക്ക്
ഡസൻ മാറ്റർ അത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഒരു മസ്കുലൻ എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ ഇവരുടെ അടുത്തുനിന്ന് ഫീൽ ചെയ്യുന്നത്. ലൈക്ക് ഇവരുടെ ഒരു ക്യാരക്ടർ വെട്ടൊന്നും കൂടുതൽ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ മൈ വേ ഓർ ഹൈവേ എനർജീസ്, എൻ്റെ വഴിയിൽ നിനക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ നിനക്ക് നിൻ്റെ വഴി, എനിക്ക് നിന്നെ ആവശ്യമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കും ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഏപ്രിലായിരിക്കാം മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ ബർത്ത്ഡേ. സോ ഇവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് ഈ ഒരു ടൈമിലിരിക്കുന്നത്. ലൈക്ക് ഇവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യണോ വേണ്ടയോ അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഈ ഒരു ടൈമിൽ ഇരിക്കുന്നുള്ളത്. ഇവർ ചിന്തിച്ച് നോക്കുമ്പോൾ, ബാക്കിലേക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ഈ ഒരു വ്യക്തിയെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പം നിങ്ങൾ പറയുന്നുണ്ടാവും എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ ഹേർട്ടായിട്ടില്ലേ? ശരിയാണ്. എല്ലാവരും മനുഷ്യർ തന്നെയാണ്. ഇത്രയും പ്രാക്ടിക്കലായിട്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിലും ഒരു മനുഷ്യർ തന്നെയാണ്. അപ്പോൾ എപ്പോഴും അവർ നിങ്ങളെ ഹേർട്ടാക്കി എന്നുള്ളത് നിങ്ങൾ പറയുന്ന ടൈമിൽ അവർക്കും ഹേർട്ടായോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഓഫ് കോഴ്സ് ആ ഒരു വ്യക്തിക്കും ഹേർട്ടാവുന്നുണ്ടാവും. അത്രയും ഹേർട്ട്ലെസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഈ ലോകത്തിലല്ലേ അല്ലേ? അപ്പം ഇത്ര കല്ലുള്ള മനസ്സാണെന്ന് പറഞ്ഞാൽ അവർ ബാലൻസ്ഡ് ആയിരിക്കും, വെൽ ബാലൻസ്ഡ് ആയിരിക്കും. അത് അവർ കാണിക്കുന്നുണ്ടാവില്ല, പക്ഷെ നല്ല രീതിക്ക് അവർ ഹേർട്ടായിട്ടുണ്ടാവാം. ചില ആളുകളുണ്ട് ഹേർട്ടായിട്ടുണ്ടെങ്കിൽ പറയുന്നുണ്ടാവില്ല അല്ലേ? അവർ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ സൈലൻസ് ചൂസ് ചെയ്യുന്നുണ്ടാവും. സോ അങ്ങനത്തെ ഒരു എനർജീസാണ് എനിക്ക് ഈ ഒരു വ്യക്തിയിൽ ഫീൽ ചെയ്യുന്നത്. ലൈക്ക് ഇവരെപ്പോഴും ഇവർക്ക് നിങ്ങൾ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നല്ല രീതിക്ക് ഹേർട്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും മേ ബി അതായിരിക്കും നിങ്ങളുടെ റിലേഷനിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിട്ട് നിൽക്കുന്നുള്ളത്. വേറെ തേർഡ് പാർട്ടിയും ഫോർത്ത് പാർട്ടിയും ഒന്നും നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള വാക്തർക്കങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് മുമ്പ് ഹേർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു എനർജീസ് അതൊക്കെ കൊണ്ട് ഈ ഒരു വ്യക്തി നല്ല രീതിക്ക് ഹേർട്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് ആ ഒരു ഹെർമിറ്റ് ഫേസിലാണ് ആളിവിടെ നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർക്കിപ്പം ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ, ഇതിനെ ഈ ഒരു കണക്ഷൻ ചെയ്ത് ഇവിടെ ഡ്രോപ്പ് ചെയ്യണോ അറിയത്തില്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുള്ളത്. അതാണ് നിങ്ങൾക്കിപ്പോൾ പലരും പറയുന്നുണ്ടാവും ലൈക്ക് എനിക്ക് കോണ്ടാക്റ്റ് വരുന്നില്ല ഈ ഒരു വ്യക്തിയിൽ നിന്ന്, ഈ ഒരു വ്യക്തി കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല. ഇഷ്ടമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു വ്യക്തി കോണ്ടാക്റ്റ് ചെയ്തേനെ. സോ നിങ്ങളപ്പം നമുക്ക് എല്ലാ വ്യക്തികളുടെയും ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ പറ്റുമ്പോഴാണ് ശരിക്കും നമ്മൾ പറയുന്നത് നമ്മൾ സ്പിരിച്വലി ബാലൻസ്ഡ് ആയി എന്നുള്ളത്. ഇപ്പം നമുക്കൊരു വ്യക്തിയുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ ഇതാണ്, അവരും ഹേർട്ടായിട്ടുണ്ട്. അപ്പം എല്ലാ മനുഷ്യരും ഹേർട്ടാകുമല്ലോ. സോ ആ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഒരു ബാലൻസ് വരുന്നുണ്ടാവാം. ഒരിക്കലും ഈ എനർജി ക്ലാരിഫൈ ചെയ്യല്ല, പക്ഷേ ഈ ഒരു എനർജി ഇതാണ്. ആൾ നല്ല രീതിക്ക് ഹേർട്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളും കണ്ണു അടച്ചൊരു ഡിസിഷൻസ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻ്റെ ട്രൂത്ത് എന്താണെന്ന് ആ ഒരു വ്യക്തിക്ക് അറിയായിരിക്കും. ഓഫ് കോഴ്സ് ആ ഒരു വ്യക്തിക്ക് അറിയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ഇഷ്ടമാണ്, അല്ലെങ്കിൽ അത് നിങ്ങളിപ്പം പ്രസൻ്റ്ലി അവരെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾ ആ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട്. അതൊക്കെ ശരിക്കും ഒരു വ്യക്തിക്ക് അറിയാമായിരിക്കും നന്നായിട്ട്. പക്ഷെ എന്നാലും ആൾ ഈ ഒരു ടൈമിൽ ആ ഒരു ഇഷ്ടവും കാര്യങ്ങളും ഒന്നും ആൾ കണ്ടിട്ടില്ല എന്ന് നടിക്കുന്ന ഒരു എനർജിയിലാണ് ആൾ പ്രസൻ്റ്ലി ഇവിടെ നിൽക്കുന്നത്. ബിക്കോസ് അതാണ് ഏറ്റവും നല്ലത്. കാരണം ഓൾറെഡി ഞാൻ ഹേർട്ടായി, ഇത്രയും ഹേർട്ടായി, ഇനിയിപ്പോൾ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും കുറിച്ച് ചിന്തിക്കാതെ പ്രാക്ടിക്കലായിട്ട് പോവുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് എന്നാണ് ആൾ ചിന്തിക്കുന്നത്. പലപ്പോഴും നമ്മളിങ്ങനെ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല അല്ലേ? ഇല്ലാത്ത സമയത്താണ് അയ്യോ എന്ത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ എന്ന് നമ്മൾ മനസ്സിലാവുന്നത്. അപ്പോൾ സെപ്പറേഷൻസ് ഒന്നും ഒരിക്കലും ബാഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങളിപ്പോൾ ഒരു റിലേഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്ത് തരത്തിലുള്ള റിലേഷനും ആയിക്കോട്ടെ, നിങ്ങളൊരു റിലേഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം അവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ ഒരു സെപ്പറേഷൻ അതിന് അനിവാര്യമാണ്, നിങ്ങളുടെ ജേണിയിൽ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ആ ഒരു സെപ്പറേഷൻ അവിടെ വന്നിട്ടുള്ളത്. അപ്പം ഒരിക്കലും സെപ്പറേഷൻ ഫേസിനെ ഒന്നും നിങ്ങൾ മോശമായിട്ട് കാണാൻ പാടില്ല. മോശമായിട്ട് സെപ്പറേഷൻ ഫേസ് വന്നല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ആളിനി എങ്ങോട്ടേലും പോയാലോ. ഓഫ് കോഴ്സ് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുന്നുണ്ടാവും. ഇനി ഇല്ലെന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സെപ്പറേഷൻ വന്നാൽ പോലും ആൾ ഒറ്റയടിക്ക് സ്കൂട്ടാവുന്നുണ്ടാവും, നിൽക്കുന്നുണ്ടാവില്ല. അതാണ് മെയിനായിട്ട് സ്പിരിച്വാലിറ്റിയുടെ നമ്മൾ സ്പിരിച്വലായി ദൈവത്തിലേക്കൊക്കെ കൂടുതൽ അടുക്കുന്ന സമയത്ത് നമ്മളുമായിട്ട് കാർമികമായിട്ടുള്ള ആളുകളൊക്കെ നിൽക്കാൻ പറ്റാതെ ആ ഒരു ടൈമിൽ വിട്ടടിച്ച് പോകുന്നുണ്ടാവും. ഇനിയിപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണെങ്കിലോ ആൾ പോയാലും പോയതുപോലെ തന്നെ തിരിച്ചു വരുന്നുണ്ടാവും. അതാണ് ഇവിടുത്തെ എനർജീസ് സെൻസ് ചെയ്യുന്നുള്ളത്, അതാണ് ഇവിടുത്തെ എനർജീസ് പറയുന്നുള്ളത്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജീസാണ് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഏസ് ഓഫ് കപ്സ് മീൻസ് വാട്ട്? ഇറ്റ്സ് ഓവർഫ്ലോയിങ് ഓഫ് ലവ്. ഇത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്, ഒരു അൺകണ്ടീഷണൽ ലവ്.
മേ ബി ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടൊരു അൺകണ്ടീഷണൽ ലവ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് ഒരു അൺകണ്ടീഷണൽ ലവ് ഉണ്ടാവാം. വാട്ട് എവർ, നിങ്ങൾക്ക് എപ്പോഴും ഒരു സോൾ കണക്ഷനാണ് ഈ ഒരു വ്യക്തിയിൽ ഫീൽ ചെയ്യുന്നുള്ളത്. ലൈക്ക് ഇറ്റ്സ് എ സോൾ കണക്ഷൻ. മേ ബി അങ്ങനെയുള്ളൊരു എനർജീസ് 11 ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടോ? മേ ബി അത് ക്ലോക്കിലെ ടൈം ആവാം, അല്ലെങ്കിൽ ഫോണിലെ ടൈം, വാട്ട് എവർ, എന്തെങ്കിലും വണ്ടിയുടെ നമ്പർ പ്ലേറ്റ്സ് ആവാം, അല്ലെങ്കിൽ എന്താണെങ്കിലും ഇവിടെ നിങ്ങൾ 11 ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ആളുകളാണ്. 11 നമ്പേഴ്സിൻ്റെ ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ മീനിങ് എന്താണ്? സ്പിരിച്വൽ അവേക്കനിങ്. സ്പിരിച്വൽ ലെവലിൽ സ്പിരിച്വൽ അവേക്കനിങ്ങിനെയാണ്. നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണെങ്കിൽ കോണ്ടാക്റ്റ് വരും, യൂണിയനിലേക്ക് വരും, റീയൂണിയനിലേക്ക് വരും എന്നുള്ളൊരു എനർജീസാണ് 4 ഓഫ് വാൻഡ്സ് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ വ്യക്തി കോണ്ടാക്റ്റ് ഇല്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ ഒരു കോണ്ടാക്റ്റ് വരുന്നുണ്ടാവും, റീയൂണിയൻ പോസിബിൾ ആവുന്നുണ്ടാവും, നിങ്ങൾ ഒരുമിച്ച് കുറച്ച് സമയങ്ങൾ ചിലവഴിക്കുന്നുണ്ടാവാം. സോ അവർ എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഫോർ സം ഓഫ് യു, നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും വലിയ ഇഷ്യൂസ് നിങ്ങളുടെ കരിയറാണ്. കരിയർ സ്റ്റേബിൾ ആയിട്ടില്ല, കരിയർ സെറ്റായിട്ടില്ല എന്നൊക്കെ ഉണ്ടെന്നാണെങ്കിൽ, അങ്ങനെയുള്ള എനർജീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തി കരിയറിൽ കൂടുതലായിട്ട് ഫോക്കസ്ഡ് ആണ്. ഈ ഒരു ടൈമിൽ കരിയറിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. എന്തെങ്കിലും ലൈഫിലായി തീർന്നതിന് ശേഷം നിങ്ങളുമായിട്ട് വീണ്ടും കണക്റ്റായി നിങ്ങളെ വന്ന് മാരി ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റിലാണ് ആ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുള്ളത്. എങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോർ സം ഓഫ് യു, വളരെ റെയർ ആയിട്ടുള്ള കേസസിൽ എനിക്കിവിടെ ഫീൽ ചെയ്തത് നിങ്ങളുടെ പേഴ്സണ് ഫൈനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ഇപ്പം റീസെൻ്റ് ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം, ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബിസിനസ് ആവാം, നിങ്ങളുടെ വ്യക്തി ജോലി ചെയ്യുന്ന എന്തെങ്കിലും ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാവാം. സോ കൂടുതലായിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം റീസെൻ്റ് ഒക്കെ ആയിട്ട് കുറേ ബിസിനസ്സുകളൊക്കെ ഈ ബിറ്റ് കോയിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ക്രിപ്റ്റോ എന്തോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, എനിക്ക് അതുപോലത്തെ ഒരു വൈബ് ഫീൽ ചെയ്യുന്നു ഇവിടെ. ഇത് കണ്ടില്ലേ, ഈ ഒരു 2 കാർഡ്സ് നോക്കുമ്പോൾ എനിക്കതാണ്, ക്യാഷിൽ നിന്ന് തന്നെ, ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് ക്യാഷിൽ നിന്ന് തന്നെ എന്തോ കാര്യങ്ങൾ വീണ്ടും കുറേ അധികം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറേ ക്യാഷ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്തോ കാര്യങ്ങൾ ക്യാഷ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് മേ ബി കുറേ ക്യാഷ് ഉണ്ടാകുക എന്നുള്ളൊരു സംഭവം. അതാണ് എനിക്ക് കറക്റ്റ് ഇതെന്താണ് സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഈ ഒരു എനർജി എന്നോട് ഈ ഒരു കാര്യമാണ്, ഞാൻ ലൈഫിൽ ഇത് കേട്ടിട്ടില്ല ഇങ്ങനെയുള്ള കാര്യം, എന്താ സംഭവം എന്നുള്ളത്. എനിക്ക് ഇപ്പം ഞാൻ ആ ഒരു ബിറ്റ് കോയിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ, അതിപ്പോൾ എനിക്ക് ഇൻറ്റ്യൂട്ടീവിൽ കിട്ടിയിട്ടുള്ള കാര്യമാണത്. ഓക്കെ, സോ എനിക്കൊന്ന് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും വ്യക്തികൾ ചെയ്യുന്നുണ്ടാവും റീസെൻ്റായിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എനിക്ക് ആ ഒരു എനർജീസും എനിക്ക് ഇവിടെ സെൻസ്. ഈ ഒരു വ്യക്തി കൂടുതലായിട്ടും ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എന്താണ്, കോയിൻസിലാണ്. കണ്ടില്ലേ, കോയിൻസ് ആഞ്ഞ് വർക്ക് ചെയ്യുകയാണ്. കോയിൻസ് ഇനി ഉണ്ടാവണം എന്നുള്ള രീതിക്കാണ്. കാരണം ഇവിടെ ഒരു 8 ഓഫ് പെൻഡക്കിൾസ് ആണ്. അപ്പം ഈ ഒരു കോയിൻസിനെല്ലാം സെറ്റ് ചെയ്ത് ഇത് കണ്ടില്ലേ, 6 കോയിൻസ് ആണ് ഇവിടെ. ഇപ്പോൾ 7th കോയിനെ വർക്ക് ചെയ്യുകയാണ് ഇവിടെ. 7th പെൻഡക്കിൾസ് വർക്ക് ചെയ്യുകയാണ്, ആൾ ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷേ 8th പെൻഡക്കിൾസ് താഴെ കിടക്കണം, അതിൽ പ്രോഗ്രസ് ഉണ്ടാവണം, അതിൽ വീണ്ടും സെറ്റാക്കി അതിനെ എടുക്കണം. സോ അങ്ങനത്തെ ഒരു എനർജീസ്, മണി ഇൻവെസ്റ്റ് ചെയ്യുന്നു, എഗെയിൻ അതിൽ നിന്ന് കൂടുതലായിട്ട് മണി ഉണ്ടാക്കാൻ ശ്രമിക്കും, എന്തോ അങ്ങനെ എനിക്കൊരു എനർജീസ് ഫീൽ ചെയ്യുന്നു. ഐ ഡോണ്ട് നോ. എംപറർ എനർജീസ് ആണ് ബോട്ടംസിൽ വന്നിട്ടുള്ളത്. മിഡിൽ ഓഫ് ദി ഡെക്ക് ഇറ്റ്സ് കിങ് ഓഫ് കപ്സ്. വെരി ടഫ് എനർജി. കിങ് ഓഫ് കപ്സ് എപ്പോഴും കാണുമ്പോൾ നമുക്ക് സന്തോഷം, അയ്യോ കിങ് ഓഫ് കപ്സ് വന്നല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഈ കിങ് ഓഫ് കപ്സും ഈ എംപററും സെയിം ആണ്. ഫാമിലി പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി, വളരെയധികം മണി മൈൻഡഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം മണിയാണ്. ഓക്കെ, എന്ന് വെച്ച് മണി കൊണ്ട് ആ ഒരു വ്യക്തി എല്ലാ ബന്ധങ്ങളെ വരെ വാങ്ങുന്നു എന്നല്ല, വളരെ മണി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പൈസയ്ക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് തന്നെ ഓൾറെഡി അറിയാം നിങ്ങളുടെ വ്യക്തി വളരെയധികം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾ മേ ബി അത്രയും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തി ആവില്ല. നിങ്ങൾ പൈസയൊക്കെ വളരെ അറിഞ്ഞ് കണ്ടൊക്കെ ചിലവാക്കുന്നൊരു വ്യക്തിയായിരിക്കും അല്ലേ. പക്ഷെ നിങ്ങളുടെ വ്യക്തി ഭയങ്കരമായിട്ടും ലാവിഷൊക്കെ ലാവിഷ് അടിക്കാൻ മീൻസ് അവർക്കെപ്പോഴും റിച്ച് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കാം. അവരുടെ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ, അവരെ ക്യാരി ചെയ്യുന്ന ആ ഒരു രീതി, അവരുടെ നടപ്പും ആ ഒരു പടുതിയൊക്കെ ശരിക്കും വളരെ എന്താ പറയുക, വളരെ ഒരു എനർജീസ് ആയിരിക്കും. ഒരു പവർഫുൾ ഓറയായിരിക്കാം. മേ ബി ഇവർക്ക് ഇവരുടെ ഫാമിലി പരമായിട്ടൊക്കെ
എന്താ പറയുക, സ്ഥലങ്ങളും അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫാമിലി പരമായിട്ടൊക്കെ അബൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.